നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന് അതിനിർണായകമാകും. അനായാസ വിജയം പ്രതീക്ഷിക്കുന്ന UDFിനും കാര്യങ്ങൾ എളുപ്പമല്ല എന്ന രീതിയിൽ തന്നെയാണ് സ്ഥിതി പോകുന്നത്. പലതരം വെല്ലുവിളികൾ പുതുതായി അവർക്കും നേരിടേണ്ടതായി വരും. അൻവർ ഇല്ലാതെ ജയിച്ചാൽ അത് ഇടതുപക്ഷത്തിനും, ഇടതുപക്ഷത്തെ തോൽപ്പിച്ചാൽ അത് അൻവറിനും മധുരമായ പ്രതികാരമായി മാറും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത്. നിലമ്പൂരിൽ അനായാസ വിജയം ലക്ഷ്യമിടുന്ന UDFിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകുകയില്ല. സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ആദ്യത്തെ വെല്ലുവിളിയായി ഉയർന്നിരിക്കുന്നതും. എന്നാൽ അതിനിപ്പോ ഏകദേശം തീരുമാനം ആയി വന്നു. എന്നാൽ ആര് തന്നെ സ്ഥാനാർത്ഥി ആയാലും മറുവിഭാഗം പാലം വലിക്കുമെന്നത് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ് എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇത്തരം ഒരു പാലം വലി ഇല്ലായിരുന്നുവെങ്കിൽ VV പ്രകാശ് നിലമ്പൂരിൽ പരാജയപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ അടിയൊഴുക്കുകളെ UDFും കോൺഗ്രസും ഭയക്കുക തന്നെ വേണം. രണ്ടാമത്തെ വെല്ലുവിളി കാലാവസ്ഥയാണ്. കാലം തെറ്റി വന്ന കാലവർഷം ഇതിനകം തന്നെ കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 19-ന് കാലാവസ്ഥ മോശമായി തുടർന്നാൽ അത് പോളിംഗിനെ സാരമായി തന്നെ ബാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും CPMനും തന്നെയാണ്. കാരണം ഏത് കാലാവസ്ഥയിലും ഇടതുപക്ഷ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കേഡർ പാർട്ടിയായ CPMന് കഴിയും. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനാണ് നേട്ടമാവുക. കാലാവസ്ഥ ചതിക്കുമോ എന്ന ആശങ്ക പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഉണ്ടെങ്കിലും അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് അവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. മൂന്നാമതായി UDF നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി ക്രൈസ്തവ വോട്ടുകളിലെ ചോർച്ച സംബന്ധിച്ചായിരിക്കും. BJPയുടെ പെട്ടിയിൽ UDFന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ വീണാൽ അതും അവരുടെ സാധ്യതകൾക്ക് മേൽ കരിനിഴൽ പടർത്തും. ജമാഅത്തെ ഇസ്ലാമി SNDPI വോട്ടുകൾ UDFിലേക്ക് പോകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗം മറിച്ചു ചിന്തിച്ചാൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് ഫലത്തിൽ ഗുണം ചെയ്യുക. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച സാഹചര്യവുമാണ് പ്രധാനമായും നിലമ്പൂർ മണ്ഡലം ചർച്ച ചെയ്യാൻ പോകുന്നത്. അൻവറിനെതിരായ CPM അനുഭാവികളുടെ വികാരം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേഗത പകരുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ CPM പ്രധാനമായും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതും അൻവറിനെ തന്നെയാണ്. അധികാരം ലഭിക്കും മുൻപ് തന്നെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമായതും K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന വിലയിരുത്തലും CPMനുണ്ട്. ദേശീയപാതയിലെ വിള്ളൽ പ്രചരണായുധമാക്കാനുള്ള UDF നീക്കത്തെ കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്വമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കരാറുകൾക്ക് എതിരെ സ്വീകരിച്ച നടപടികളും തങ്ങളുടെ വാദത്തെ സാധൂകരിക്കാൻ CPM പ്രയോഗിക്കുമെന്ന കാര്യവും ഉറപ്പു തന്നെയാണ്. സംസ്ഥാന മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ CPM നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രചരണത്തിന് സോഷ്യൽ മീഡിയയും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പായതിനാൽ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കേണ്ടത് CPMനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. PV അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു രാഷ്ട്രീയ നേട്ടം അവർക്ക് ഉണ്ടാകാനുമില്ല. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചും PV അൻവറിനെ സംബന്ധിച്ചും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. PV അൻവർ കൂടെ ഉണ്ടായിട്ട് പോലും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായി അറിയപ്പെടുന്ന നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 2026 തിരിച്ചു വരാമെന്ന സകല പ്രതീക്ഷയും UDFന് അസ്തമിക്കും. മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവരും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങും എന്നത് ഉറപ്പാണ്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായതിനാൽ നിലമ്പൂരിൽ തോറ്റാൽ സണ്ണിയെ നിയോഗിച്ച AICC സെക്രട്ടറി KC വേണുഗോപാലിനും വൻ പ്രഹരമാകും നൽകുക. മലപ്പുറത്തെ അസംതൃപ്തരായ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ നിലമ്പൂരിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ വിജയ സാധ്യത എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും മറിച്ചൊരു അഭിപ്രായമില്ല. ആത്മാർത്ഥമായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക PV അൻവറും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും മാത്രമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. 1982 TK ഹംസ മണ്ഡലം പിടിച്ച ശേഷം പിന്നീട് CPM വിജയിക്കുന്നത് 2016 അതും അൻവറിലൂടെ. അതുവരെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദാണ് വിജയിച്ചിരുന്നത്. വോട്ടുകൾക്കൊപ്പം അക്കാലത്തെ അൻവറിന്റെ മണ്ഡലത്തിലെ സ്വാധീനം കൂടി ഇടതുപക്ഷത്തെ സഹായിച്ചിരിക്കുന്നതിലാണ് നിലമ്പൂർ തുടർച്ചയായ 2 തവണയും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇല്ലാതെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന നേട്ടം ചില്ലറയൊന്നുമായിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് നിലമ്പൂരിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് എന്ന് വേണം പറയാൻ.
വിജയിച്ചാൽ CPM-നെതിരായ തന്റെ വാദങ്ങൾ ശരിയായിരുന്നു എന്ന് അൻവറിന് വാദിക്കാം. 2016 പൊതു തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും 11,504 വോട്ടിനാണ് അൻവർ വിജയിച്ചിരുന്നത്. ആര്യാടൻ ഷൗക്കത്തായിരുന്നു അന്നത്തെ എതിരാളി. എന്നാൽ ഈ ഭൂരിപക്ഷം 2021 തിരഞ്ഞെടുപ്പിൽ കുത്തനെ കുറഞ്ഞ് 2,700 വോട്ടായി മാറിയിരുന്നു. കോൺഗ്രസ് നേതാവ് VV പ്രകാശ് ആയിരുന്നു കഴിഞ്ഞ തവണ എതിരാളിയായി മത്സരിച്ചിരുന്നത്. BJPക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ലെങ്കിലും ഇത്തവണ പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 8,595 വോട്ടുകളിൽ നിന്നും BJPക്ക് വോട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് സ്വാഭാവികമായും ഭരണപക്ഷത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത.